വനപാലകരുടെ കൈവെട്ടുമെന്ന് ഭീഷണി മുഴക്കിയ CPM പത്തനംതിട്ട തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദ് വനപാലകരുമായി തർക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തായി. വനമേഖലയിൽ റോഡിന് സമീപം മാലിന്യം നിക്ഷേപിച്ചതിനെ ചൊല്ലിയായിരുന്നു തർക്കം. അതേസമയം മാലിന്യം നിക്ഷേപിച്ച യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നാണ് പ്രവീൺ പ്രസാദിന്റെ വിശദീകരണം. പത്തനംതിട്ട തണ്ണിത്തോട് വനമേഖലയിൽ റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്ത് വനപാലകരും തണ്ണിത്തോട് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദും തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വനപാലകരോട് പ്രവീണും സംഘവും തട്ടിക്കയറുന്നത് ദൃശ്യത്തിലുണ്ട്. റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നതറിഞ്ഞ് അന്വേഷിക്കാനാണ് തങ്ങൾ എത്തിയതെന്ന് വനപാലകർ പറയുന്നു. ബാർബർ ഷോപ്പിൽ നിന്നും മുടി ചാക്കുകളിലാക്കി റോഡരികിൽ തള്ളിയിരുന്നു. ഇതിനടുത്തേക്ക് കാട്ടാനകൾ എത്താനുള്ള സാഹചര്യമുണ്ട്. മാലിന്യ നിക്ഷേപം തടയാനാണ് സ്ഥലത്തെത്തിയതെന്നും വനപാലകർ പറയുന്നു. എന്നാൽ 2023 ഫെബ്രുവരി 15 ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും വനപാലകർ യഥാർത്ഥ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തതുകൊണ്ടാണ് വാക്കുതർക്കമുണ്ടായതെന്നും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദ് വ്യക്തമാക്കി. ഇത് 1.5-2 വർഷത്തിനിടയ്ക്ക് ഉള്ള ഒരു ദൃശ്യമാണ്. കുറെ അധികം വേസ്റ്റ് റോഡിൽ വലിച്ചിട്ടിരിക്കുന്നു. കുറെ മുടി വെട്ടുന്ന സ്ഥലങ്ങൾ അങ്ങനെ തുടങ്ങുന്ന കുറെ അധികം വേസ്റ്റുകൾ റോഡിൽ കിടക്കുന്നു. അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വന്നിട്ട് കിട്ടവനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്. ഇത് ഉണ്ടോതുള്ളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. വാക്കുതർക്കം ആണ് നിലവിൽ അന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വനപാലകരുടെ കൈവെട്ടുമെന്ന് പ്രവീൺ ഭീഷണി പ്രസംഗം നടത്തിയിരുന്നു. CITUവിന്റെ കൊടിമരം അടവി ഇക്കോ ടൂറിസം സെന്ററിന് സമീപം നാട്ടിയതിൽ വനംവകുപ്പ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിനിടെയായിരുന്നു വനപാലകരുടെ കൈവെട്ടുമെന്ന് പ്രവീൺ ഭീഷണിപ്പെടുത്തി പ്രസംഗിച്ചത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.